ഉം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഡയലോഗ് ഡിലേറ്റ്സില് ഞങ്ങൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ പറയാം. അപ്പോ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഈ സെപ്റ്റംബറിൽ 3 വർഷം ആവുകയാണ്. അപ്പോ സൗമ്യക്ക് എന്താണ് തോന്നുന്നത്? ഈ 3 വർഷത്തില് നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഈ ലൈഫും നാട്ടിലെ ലൈഫും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ താങ്കൾക്ക് എന്താണ് സൗമ്യക്ക് തോന്നുന്നത്? ഒരുപാട് വ്യത്യാസം തോന്നിയിട്ടുള്ളത് നമ്മുടെ നഴ്സിംഗ് മേഖലകളിൽ തന്നെയാണ്. പ്രത്യേകിച്ച് നാട്ടിലൊക്കെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം അവിടുത്തെ കഷ്ടപ്പാടും നമ്മുടെ സാലറി ഇല്ലായ്മയും റെസ്പെക്ട് ഇല്ല, അതാണ് മെയിൻ കാര്യം. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി നഴ്സിങ്ങിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് ഇവിടെ വന്നതിന് ശേഷമാണ്. പിന്നീട് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും തമ്മിൽ ഒരു പരസ്പരം എല്ലാവരും തമ്മിൽ റെസ്പെക്ട് ആണ്. ആദ്യം കാണുമ്പോൾ തന്നെ അവര് ഗ്രീറ്റിംഗ് ചെയ്തുകൊണ്ടാണ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അത് ഡ്യൂട്ടി എന്ന് പറയുന്നത് മാത്രമല്ല, നമ്മളിപ്പോ വഴിയിലൂടെ നടന്നു പോവുകയാണെങ്കിലും നമ്മളിപ്പോ ഹോസ്പിറ്റലിലേക്കുള്ള ആ ഒരു എൻട്രൻസ് തൊട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ എല്ലാവരും ഹായ്, ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ഈവനിങ്, എന്താ അങ്ങനെ ആ ഒരു ഗ്രീറ്റിംഗ് ഭയങ്കരമായിട്ട് നമുക്കതൊരു ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു ഗ്രീറ്റിംഗ് കിട്ടുക, ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ എപ്പോഴും അറിയോ ഓക്കെ അങ്ങനെ എപ്പോഴും അവർ ചോദിക്കാറുണ്ട് നമുക്ക് എന്തൊരു പ്രശ്നം വന്നാലും. പിന്നെ അപ്രീസിയേഷൻ, ഒരു കുഞ്ഞു കാര്യം ചെയ്താലും, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു പ്രാവശ്യം ഒരു ജസ്റ്റ് ഡ്യൂട്ടി സ്വാപ്പ് ചെയ്ത് കൊടുത്തു. പിറ്റേന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഡോറിൽ ബെല്ല് റിങ് കേട്ടിട്ട് തുറന്നു നോക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരി അഡ്രസ് ഒക്കെ കണ്ടുപിടിച്ച് ഒരു ബൊക്കയുമായിട്ട് നമ്മുടെ വീട്ടിൽ വന്ന്, ഒക്കെ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പോ തന്നെ നടന്നു പോകുന്ന, നമ്മള് പ്രത്യേകമായിട്ട് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഹോസ്പിറ്റലിലെ കാര്യം മാത്രമല്ല പറയുന്നത്. ഇപ്പൊ നമ്മൾ നടന്നു പോകുമ്പോ നമ്മൾ ഒരിടത്ത് ബസ് സ്റ്റോപ്പിൽ അല്ലെങ്കിൽ ഒരു വഴിയിൽ ഇങ്ങനെ ഒന്ന് തനിയെ നിന്ന് കഴിഞ്ഞാൽ നടന്നു പോകുന്ന ആൾക്കാര് അവര് നമ്മളോട് ചോദിക്കും ആർ യു ഓൾ റൈറ്റ്, എന്തെങ്കിലും ഹെൽപ്പ് വേണോ? അതെനിക്ക് വളരെ എന്താ പറയുന്നത്, അത്രമാത്രം ആൾക്കാർക്ക് കൺസേൺ ഉണ്ടോന്ന് നമ്മള് പലപ്പോഴും ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോ നമുക്കൊന്നും അറിയത്തില്ല, സ്ഥലം എവിടെ നിന്നും അറിയത്തില്ല. അപ്പൊ നമ്മുടെ ബസ്സിന്റെ ഇടയ്ക്ക് ഒരു സായിപ്പായിരുന്നു അവന്റെ കൂടെ ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് ബാങ്കിൽ പോയിട്ട് അക്കൗണ്ട് എടുക്കണമായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ സ്ഥലം എവിടെയാ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇന്ന സ്ഥലത്തെ ബാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എന്താ ചെയ്യുന്ന വെച്ചാൽ അവിടെ ഇറങ്ങിയിട്ട് നമ്മളെ ബാങ്കിന്റെ അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ നമുക്ക് പേടി എന്തെയ്യുമ്പോൾ നമ്മളെ ഫോളോ വല്ലതും ചെയ്യണം, അങ്ങനെ നമുക്ക് പേടിയായി പോയി. അതെ, ഇവിടെ അതും എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്. പക്ഷെ ഇന്ന് വരെ ഈ 3 വർഷത്തിൽ ഇതുവരെ മോശമായിട്ട് ഒരു അനുഭവം കൊണ്ടിട്ടില്ല. പുള്ളി എന്നെ ബാങ്കിൽ വരെ ഫ്രണ്ട് വരെ കൊണ്ടുവിട്ടിട്ട് താങ്ക് യു പറഞ്ഞിട്ട് പുള്ളി പോയി. അതൊക്കെ റിയലി അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ ഞാൻ ഈ വഴി ചോദിക്കുന്നത്, പലരോടും ഞാൻ വഴി ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയത്തില്ലാത്ത കാര്യമാണെങ്കിൽ അവര് കൃത്യസ്ഥലത്ത്, നമ്മളാണെങ്കിലും അങ്ങോട്ട് പറയും ആ നേരെ പോയിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് അവിടെയാണ് സംഭവം എന്ന്. പക്ഷെ ഇവര് മിക്കവാറും എല്ലായ്പ്പോഴും തന്നെ നമ്മളെ ഗൈഡ് ചെയ്ത് ആ ഒരു പ്രോപ്പർ സ്ഥലത്ത് കൊണ്ടെത്തിക്കും. അത് വളരെ, അതെ സൗമ്യ പറഞ്ഞ പോലെ. പിന്നെ വേറൊന്നെന്ന് വെച്ചാൽ നമ്മുടെ നഴ്സിംഗിലുള്ള നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്താ പറയുക, പിന്നെ പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവുകളും ഉണ്ട്. ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ്, ഒരു ഭയങ്കര ഫാസ്റ്റനായിട്ടുള്ള ഒരു ലൈഫാണ്. എപ്പോഴും സൗഹൃദങ്ങളൊക്കെ ഒപ്പം വേണമെന്ന്, അതെ, നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. കാരണം എപ്പോഴും നമുക്ക് ടെൻഷനും കാര്യങ്ങളും ഒക്കെയാണ്. എങ്കിലും നമുക്ക് ഇവിടെ അതുകൊണ്ടൊക്കെ സപ്പോർട്ട് സിസ്റ്റം ഒത്തിരി വളരെ വലുതാണ്. ഒരു ദിവസം ഡ്യൂട്ടിക്ക് ചെല്ലില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ ചെയ്തപ്പോൾ എന്താ കാരണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്താ പറയുക, നാട്ടിൽ നിന്നൊരു കോള് വന്നിട്ടായിരുന്നു, എനിക്ക് വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ നീ ഓക്കെയാണോ വേഗം നിന്റെ വീട്ടിലുള്ളവരെ ഫോൺ കൊടുക്കുന്നു പറഞ്ഞു, നിനക്കിനി വേറെ പുറത്തുനിന്ന് ആരോടെങ്കിലും സംസാരിക്കണം. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഓക്കെയാണ്, കുഴപ്പമില്ല. അതല്ല നിനക്ക് ഞാനൊരു നമ്പർ തരാം, അവരെ വിളിച്ച് നീ ഇപ്പൊ തന്നെ സംസാരിക്കും, നിനക്ക് ഡേയ്സ് ഓഫ് വേണമെങ്കിൽ GPay വിളിച്ചിട്ട് 7 days നീ ഓഫ് എടുത്തിട്ട് വന്നാൽ മതി. അതുപോലെ തന്നെ എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ് ലീവ്. ഞാനാണെങ്കിൽ നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്തു, അതിനുശേഷം മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ ഒരു സിക്ക് ലീവ് നമുക്ക് ലഭ്യമാകണമെങ്കിൽ നമ്മളെ സിക്ക് ലീവിന് നമ്മൾ സിക്കായ ആള് പോയി ED പോയി പറഞ്ഞ് ആ ഒരു ദിവസം ഫുള്ള് നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യണം. അന്നാണ് സിക്ക് ലീവ്, അന്ന് തീർന്നു. പിന്നെ പിറ്റേ ദിവസം നമ്മൾ ഡ്യൂട്ടിയിൽ വീണ്ടും ജോയിൻ ചെയ്യണം. പക്ഷെ ഇവിടെ നമുക്കൊന്ന് വയ്യ, ഒരു മെന്റൽ സ്ട്രെസ് ആണ്, അല്ലെങ്കിൽ എന്ത് തന്നെ ഒരു നമുക്ക് ഫീലിംഗ് അൺവെല്ലാണ്, നമുക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റില്ല എങ്കിൽ നമ്മളൊന്ന് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളൊന്ന് ശരിയാവുന്നിടം വരെ ഒരു സപ്പോർട്ട് അവരിൽ നിന്ന് ലഭിക്കുകയും അതുപോലെ തന്നെ ഒരു ലീവ് ഒക്കെ ലഭ്യമാകുകയും അതൊക്കെ വളരെയധികം NHS നമുക്ക് സപ്പോർട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ്. NHS മാത്രമല്ല UK മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ മെയിൻ കാരണം ഈ വീഡിയോ ചെയ്യാൻ, ഇപ്പൊ നമ്മളുടെ ഒരുപാട് വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്. നമുക്ക് ഓരോ റിലീജിയൻ, ഞാൻ ഹിന്ദുവാണ്, സൗമ്യ ക്രിസ്ത്യൻ ആണ്, ഇപ്പൊ എന്റെ മതം കൊണ്ടൊന്നും സൗമ്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലെ കുറെ, ഇപ്പൊ ഈ അടുത്ത് ഞാൻ റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് നമ്മുടെ കുറെ ആചാരങ്ങളൊക്കെ കണ്ടു. അതൊക്കെ ശരിക്കും നമുക്ക് തന്നെ കാണുമ്പോൾ ഭയങ്കര അസഹിഷ്ണുതയാണ്. അവരുടെ വണ്ടികൾ ഒരു ഹോൺ കൊണ്ട് പോലും അവർ ആരെയും ഡിസ്റ്റർബ് ചെയ്യത്തില്ല. അപ്പം അവരുടെ നാട്ടിൽ വന്നിട്ട് അവരുടെ വണ്ടികളെല്ലാം ബ്ലോക്ക് ചെയ്ത് ഗരുഡൻ തൂക്കം, ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് തന്നെ പറയുകയാണ്, ഗരുഡൻ തൂക്കം ചെയ്യുന്നു. പിന്നെ
ഗണപതി പൂജ ചെയ്യുന്നു, അവർക്ക് ചന്ദനം ഇട്ട് കൊടുക്കുന്നു. നമുക്ക് അതിനുള്ള റൈറ്റ്സ് ഇല്ല. നമ്മൾ അവരുടെ പ്രൈവസി എപ്പോഴും മാനിക്കേണ്ടതാണ്. ഇതൊക്കെ തന്നെയായിരിക്കും വംശീയ കലാപങ്ങൾക്ക് കാരണം. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ കൂട്ടുകാർ ചെയ്യില്ല എന്നറിയാം. അങ്ങനെ ചെയ്യുന്ന ആളുകളോട് ഇങ്ങനെ ഒന്നും ചെയ്യരുത്. എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുക. ഒരു ദിവസം തുടങ്ങുമ്പോൾ കാണുന്നവർ ഒരു ഗ്രീറ്റിങ്ങോടുകൂടി, ഒരു സന്തോഷത്തോടുകൂടി, ഒരു പുഞ്ചിരിയോടുകൂടി ദിവസം സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ. അപ്പം ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും.